ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കരുത്. എന്താ മോളെ? എന്തുണ്ടായി? എന്തുണ്ടായെന്ന് പറയൂ. ഒന്നുണ്ടായില്ല. ദയവേത് ഞങ്ങൾ ഒന്നും ചെയ്യരുത്. കാലി പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഒന്നിവിടെ ഇറങ്ങി തരുമോ? ഇറങ്ങാം. ഇത് ഇന്നലെ രാത്രി തന്നെ പറയാമായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പോയെന്നെ. പോലീസിന് പിടികൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല. അതിനു മുമ്പ് എന്തുകൊണ്ടോ ഒന്ന് കാണണമെന്ന് തോന്നി. ദേഹത്തുള്ള മുറിപ്പാടുകളിൽ മരുന്ന് വെച്ച് തന്നപ്പോൾ മനസ്സിലുള്ള മുറിവുകളും കുറേങ്ങ് കരിഞ്ഞു. ഉള്ളിലെവിടെയോ എന്നോടുള്ള ദയയുടെ ഒരു അംശം ബാക്കിയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് നിന്നു. പക്ഷേ ഞാൻ പോകേണ്ടവനാണ്. അതെത്രയും വേഗത്തിലായാൽ അത്രയും നന്ന്. ഞാൻ പോട്ടെ മോനെ. രാവിലെ യാത്ര ചോദിച്ച് ആശുപത്രിയിലേക്ക് പോയ നിർമ്മലയല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ എന്ത് സംഭവിച്ചുവെന്ന് വെറുതെ ഒന്നറിയാൻ മാത്രം. അറിഞ്ഞില്ലെങ്കിൽ ജയിലിനകത്തിരുന്ന് ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ കരച്ചിലിന്റെ അർത്ഥം അറിയാതെ കുഴയും. ഇതിനുണ്ട്, വായിച്ചു നോക്ക്. ഇത് നന്നായി. എന്റെ ആത്മകഥ വിശദമായി പത്രത്തിൽ വന്നല്ലോ. എന്നെപ്പറ്റി ഇനി ഒരു സംശയവും ആർക്കും ബാക്കിയുണ്ടാവില്ല. നിർമ്മല കരഞ്ഞതിന്റെയും എന്നെ പേടിച്ചതിന്റെയും കാരണം ഇപ്പൊ വ്യക്തമായി. പെൺകുട്ടികളെ നശിപ്പിച്ചു കൊല്ലുന്ന എന്നെ ആരായാലും ഭയപ്പെടും. 7 വയസ്സ് തൊട്ട് എനിക്ക് അമ്മയില്ലായിരുന്നു. നിർമ്മലയുടെ അമ്മയുമായി ഏതാനും മണിക്കൂറുകളുടെ പരിചയമേ എനിക്കുള്ളൂ. എങ്കിലും ഒരമ്മയുടെ കാരുണ്യം എനിക്ക് കിട്ടി. നിർമ്മലയെ ഇനി എനിക്കൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അമ്മ അറിയണം. അറിയിക്കാതെ ഈ പടി ഇറങ്ങിപ്പോകാൻ എനിക്ക് കഴിയില്ല. ആ 4ാമത് നിൽക്കുന്ന പെണ്ണ് നീ തന്നെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. എന്താടി നിന്റെ പേര്? ഗായത്രി. ഏതാ നിന്റെ നാട്? തിരുനക്കര. ഓ, തിരുനക്കര. നമ്മുടെ വഞ്ചി നിന്നുപോയ സ്ഥലം. എന്ത്? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് കേട്ടിട്ടില്ലേടേ? അത് ശരിയാ. എന്താടി നിന്റെ തള്ളയുടെ പേര്? ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞു കൊടുത്തേക്ക് മോളെ. ശ്രീദേവി. അമ്മയുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് തന്തേണ്ടോടി? അയ്യേ, മോള് കരയണ്ട കേട്ടോ. ഈ റാഗിങ് കുട്ടിക്ക് ഗുണമേ ചെയ്യൂ. അടുത്ത കൊല്ലം കുട്ടിക്ക് കുട്ടിയുടെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്തൂടെ? അതിരിക്കട്ടെ, ഡാൻസ് അറിയൂ? സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. സ്വല്പ ക്ലാസിക്കലാണേ, വളരെ ശ്രദ്ധിച്ചു നോക്കണം. ആ ഒന്ന് മാറിയുന്നേ, ഒന്ന് മാറിയുന്നേ. ഇതുപോലെ ചെയ്തേ, ഇതുപോലെ ചെയ്യടി. നിർത്ത് രാജഗോപാലെ. കൊച്ചു പെമ്പിള്ളവരുടെ തോന്നിയസം കാണിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ റാഗിങ് പാടില്ല എന്ന് കഴിഞ്ഞ വർഷം തീരുമാനിച്ചല്ലേ? ആര് തീരുമാനിച്ചു? ഹരി, നീ വലിയ പുണ്യാളം ചമയല്ലേ? ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർദോഷമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരെന്റെ സഹോദരിമാരാ. നിങ്ങൾ കരയണ്ട, ഇങ്ങ് പോരാ. ദേ, ഇവിടുന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ പോയാലുണ്ടല്ലോ. താനൊരു ചുക്കും ചെയ്യില്ല. മോള് വാ. നിന്നെ ഞാൻ എടുത്തോളാടി കേട്ടോ. ഒന്ന് പോടാ. അവന്മാരെ ഞാനിന്നൊരു പാഠം പഠിപ്പിക്കും. കുട്ടി വിഷമിക്കണ്ട. നിങ്ങൾ പോയി പ്രിൻസിപ്പാൾ എവിടെ ഉണ്ടോ നോക്കാം. കംപ്ലൈന്റ് ഒന്നും വേണ്ട, പിന്നീട് അത് പ്രശ്നമാകും. എന്ത് പ്രശ്നം? അവന്മാർ ഇവിടുന്ന് പുറത്താക്കിയിട്ട് തന്നെ കാര്യം. എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ ഉപദ്രവിക്കാന്ന് വെച്ചാൽ കുട്ടി ധൈര്യമായിട്ടിരുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ. ആരും അറിയാനും തോന്നില്ല. ഒന്നുമില്ലേലും ആ തെണ്ടികളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ ഞാൻ രക്ഷിച്ചതല്ലേ. ഇങ്ങനെ കരഞ്ഞാലെങ്ങനെയാ?
ഇല്ല, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. കുട്ടി കുട്ടി അവിടെ നിൽക്കാൻ. കുട്ടി അവനാണ് കൊന്നത്, അവനാണ് കൊന്നത്, അവനാണ് കൊന്നത്, അവനാണ് കൊന്നത്. അവന്റെ അച്ഛനിപ്പം മന്ത്രിയാ. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഞങ്ങൾ വീണ്ടും ഒന്ന് കണ്ടു. ഈ വാർത്തയുടെ പുറകിൽ അവനാ. എന്റെ ജീവിതം തകർത്തവൻ. എന്നിട്ടും അവന് മതിയായില്ല. ഒരു ഡോക്ടറാകാൻ കഴിയാത്തതിലുള്ള നിരാശയിൽ നിന്നാവാം ഉപബോധ മനസ്സ് ഒരു വ്യാജ ഡോക്ടറാകാൻ എന്നെ പ്രേരിപ്പിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി യാത്ര ചോദിക്കുന്നില്ല. എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും മാപ്പ്. എന്റെ മോള് ഭാഗ്യവതിയാ. താലി കെട്ടി പോരുന്നെങ്കിൽ ഇപ്പൊ വേറെ താലി അന്വേഷിക്കേണ്ടി വന്നേനെ. ചിലര് പറയുന്നത് ഇവൻ വീരപ്പന്റെ സംഘത്തിൽപ്പെട്ടവനാണെന്നാണ്. എന്തായാലും സത്യമംഗലം കാട്ടിലേക്കും പോലീസ് പോയിട്ടുണ്ട്. വീരപ്പന്റെ കൈകൊണ്ട് ചാവാനായിരിക്കും. എന്തൊരു ബഹളായിരുന്നു ഇവിടെ. മിടുക്കൻ, സുന്ദരൻ, പണം കായ്ക്കുന്ന മരം. എനിക്ക് അബദ്ധം പറ്റിപ്പോ എന്റെ സാവിത്രി. ഈ തെണ്ടി കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. ഇന്നും വല്ലവരും തല്ലിയോ? ഏയ്, ഇന്ന് ഞാൻ കാറിന് പുറത്തിറങ്ങിട്ടേ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തും നിർത്താതെ നേരെ ഇങ്ങോട്ട് പോന്നു. ആ, അത് ബുദ്ധിയായി. മോളെ, മോള് വിഷമിക്കേണ്ട. ഈ അച്ഛനുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്തനായിട്ട് മോള് കരുതണ്ട. കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നല്ല സുന്ദരനും സുമുഖനുമായ മറ്റൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ എന്നെ പറ്റിയുള്ള ധാരണ എന്താ? വിഷമിക്കണ്ട അത്രേ. എനിക്ക് വിഷമം ഉണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോ? എനിക്ക് പറ്റിയൊരു അബദ്ധം. അയ്യോ, അബദ്ധം പറ്റിയോ മോളെ? ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ഒരേ തൊഴിൽ ചെയ്യുന്നവർ തമ്മിലുള്ള സൗഹൃദം, അത് മാത്രമാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അല്ലാതെ ഞാൻ അയാളെ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കണോ എന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് വളരെ നന്നായി. എങ്കിൽ ഈ പുതിയ ഇറക്കണെ നീ സ്നേഹിച്ചു തുടങ്ങിക്കോ. ആരാണെന്ന് അറിയോ? നമ്മുടെ ഹരികൃഷ്ണൻ, പൊതുമരാമത്തിന്റെ മകൻ. അവന് ഇവിടെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞ ആരാ? എന്തോ ഒരു വരുമാനം. കോടീശ്വരനല്ലേ, കോടീശ്വരൻ. അച്ഛന് സുഖമായി ജീവിക്കാൻ ഇനി എന്തുമാത്രം പണം വേണ്ടി വരും? ഓ, എനിക്ക് എന്തിനാ മോളെ പണം? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ. നിനക്കറിയോ, മഹാദേവന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ പറക്കൽ എഴുതി വാങ്ങിയത്. ആണോ? സംശയമുണ്ടോ? ഓ, ദേ നോക്ക്, എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ പേർക്കല്ലേ ഞാൻ എഴുതി വാങ്ങിക്കൂ. ദയവേട്ടൻ ഇതൊക്കെ എന്റെ പേർക്ക് എഴുതി വെക്കാൻ കാരണം? അവൻ എങ്ങനെ തോന്നി എഴുതി? അല്ലല്ലോ, അവൻ എന്തിനാ മോളെ സ്വത്ത്? ഒറ്റ തടിയല്ലേ. ശരിയാ, ഞാൻ ഒറ്റത്തടിയാ. നിങ്ങളൊക്കെ ഇരട്ടത്തടി. നന്ദിനി ഇരട്ടത്തടി, അമ്മായി ഇരട്ടത്തടി, അമ്മാവനും ഇരട്ടത്തടി. മഹാദേവൻ ഒന്ന് പോയെ, ഞങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. അതെ, ദയവേട്ടൻ ഒപ്പിട്ട പ്രമാണമാണ് ചർച്ചാ വിഷയം. ഓഹോ. കുഴപ്പമില്ല അച്ഛാ, ഈ വിഷയം ഇപ്പൊ തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എന്താ നന്ദിനി നീ കാണിച്ചത്? കൈ കിട്ടിയത് മുഴുവൻ കളഞ്ഞില്ലേ? ഇനിയിപ്പോ ആശുപത്രിയും വീടും മറ്റു സ്വത്തുക്കളും എല്ലാം പിന്നെ എന്റെ തലയിലായില്ലേ? നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കും. സാരമില്ല അമ്മാവ, അമ്മാവനുടൻ വേറൊരു പ്രമാണം റെഡിയാക്കിക്കോ. സ്വത്ത് ഞാൻ അമ്മാവന്റെ പേർക്ക് എഴുതാം. ഓ, എനിക്ക് എന്തിനാ മോനെ സ്വത്ത്? അമ്മായിടെ പേർക്ക് എഴുതിക്കോ. എന്നിട്ട് അമ്മായിയെ എനിക്ക് കെട്ടിച്ചു തരാനായിരിക്കും. അങ്ങനെ പറഞ്ഞാണല്ലോ സ്വത്ത് നന്ദിനിയുടെ പേർക്ക് എഴുതിയത്. അമ്മാവന് സിനിമയിൽ അഭിനയിച്ചൂടെ? ഇത്രയും കഴിവുകളുള്ള ഒരു നടൻ ഇന്ന് ഇന്ത്യയിലില്ല. ഭരത് അവാർഡ് കിട്ടും. കള്ളൻ, കോട്ട് കള്ളൻ. മഹാദേവ, മിണ്ടിപ്പോകരുത്. നന്ദിനിയുടെ സ്നേഹത്തിന് വില പറയാൻ ഇയാൾക്കെന്താ അധികാരം?
നന്ദിനി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ അവളെ കല്യാണം കഴിക്കൂ. അതിന്റെ ഇടയിൽ കയറി വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലുണ്ടല്ലോ താ റോട്ട് കിടക്കും.